ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ കണ്ടോ? ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫ് ആണെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കുക. പ്ലസ് 1ൽ വെച്ചിട്ടായിരിക്കും യു ഷേപ്പ് ആകുക. ഏത് പ്ലസ് 1ൽ വെച്ചിട്ട്? വൈ ആക്സിലെ പ്ലസ് 1ൽ വെച്ചിട്ടായിരിക്കും യു ഷേപ്പ് ആകുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു നോക്ക്. എക്സിന് നിങ്ങൾക്ക് അവിടെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടാവുന്നത്, സോറി എക്സ് സ്ക്വയറിന് ഏറ്റവും മിനിമം വാല്യൂ കിട്ടാവുന്നത് 0 ആയിരിക്കും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ 0 സ്ക്വയർ 0 പ്ലസ് 1 എന്താ? 1. അപ്പോൾ നിങ്ങളുടെ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ 1 കിട്ടുക. അതായത് ഇതാണ് ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫ്. ആൻഡ് ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണേ, ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? വൈ ആക്സിസിലുള്ളതല്ലേ ഫംഗ്ഷൻ്റെ വാല്യൂ? ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ 1 അല്ലേ? അപ്പം മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് മിനിമം വാല്യൂ ഈസ് 1. സിമ്പിൾ. അപ്പോൾ ഇതിന് മാക്സിമം വാല്യൂ ഉണ്ടാവുമോ? ഇല്ല. നോ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇല്ല. കാരണം ഏതാ മാക്സിമം വാല്യൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ഡിഫൈൻ ചെയ്തത് റിയൽ നമ്പറിലാണ്. സെറ്റാണേ. ഇനി ഇതേ മോഡലുള്ള വേറൊരു ചോദ്യം നോക്കും. ഫൈൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. നിങ്ങൾക്ക് അറിയാം, മോഡ് എക്സ് മൈനസ് 2 ആണെങ്കിൽ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. മോഡ് എക്സ് മൈനസ് 2 ഇവിടെ -2ൽ വെച്ചിട്ടാണ് ഇത് വി ഷേപ്പ് ആകുക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഏറ്റവും കുറഞ്ഞ വൈ വാല്യൂ, ഏറ്റവും കുറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ കിട്ടുന്നത് -2 അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -2. ആൻഡ് വാട്ട് ഈസ് മാക്സിമം വാല്യൂ? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താ? നോ മാക്സിമം വാല്യൂ. ഇതിന് മാക്സിമം വാല്യൂ ഉണ്ടാവില്ല. കാരണം ഇത് ഗ്രാഫ് ഇങ്ങനെ പോകും. ഏതാ മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഗ്രാഫ് വെച്ചിട്ട് ചെയ്താൽ മതി. ഗ്രാഫ് വെച്ചാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലായിക്കോളും. പഠിക്കണം കേട്ടോ. ബൈ.